ഇന്ന് വിശുദ്ധ എവൻഗേലിയോനായി വായിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെ. അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരെന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നുവെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവെ, മാരാമൺ മാർത്തോമ ഇടവക എന്ന വലിയ കുടുംബം അവിടുത്തെ ദേവാലയത്തിൽ ആരാധനയ്ക്കായി ജനധ്യാനത്തിനായി ഒത്തുകൂടിയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടുത്തെ അഭിഷിക്തരായ പ്രിയപ്പെട്ട അച്ഛന്മാരിലും വിശ്വാസ സമൂഹത്തിലും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ ഈ ഇടവകയെ നവീകരിക്കുവാൻ, കൂടുതൽ ചൈതന്യത്തിലേക്ക് നയിക്കുവാൻ അവിടുന്ന് നിയോഗിച്ച അഭിഷിക്തരായ പ്രിയപ്പെട്ട ജിജി അച്ഛനായിട്ട്, റോഷൻ അച്ഛനായിട്ട്, ജസ്റ്റിൻ അച്ഛനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അവരിലെ കുടുംബമായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ ശുശ്രൂഷകൾ കൂടുതൽ വെളിച്ചം നൽകുന്ന ശുശ്രൂഷകളായിരിക്കാൻ തുടർന്നും അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയിൽ എല്ലാ കുടുംബങ്ങളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തേക്ക് പ്രസാദമുള്ള കുടുംബങ്ങളായി, ഏറ്റവും ശ്രേഷ്ഠമായ സാക്ഷ്യമുള്ള കുടുംബങ്ങളായി, ഈ ഇടവക ലക്ഷ്യം വെക്കുന്ന ആ വചന ധ്യാനമുള്ള കുടുംബങ്ങളായി, പരിശുദ്ധിയുള്ള കുടുംബങ്ങളായി, സാക്ഷ്യമുള്ള കുടുംബങ്ങളായി നിലനിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന അടിയനെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സകലവും യേശുരക്ഷകൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഇതാ കുടുംബങ്ങൾ ഒത്തൊരുമിച്ചിരിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നുവെന്ന് എല്ലാവർക്കും സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിൽ എല്ലാവരും കൂടി വന്ന് അത്തരത്തിൽ ഭക്തി നിർഭരമായ മനസ്സോടുകൂടി ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാനിവിടെ നിൽക്കുന്നത് ഏറെ അഭിമാനത്തോടു കൂടിയാണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയാണെങ്കിലും വളരെയധികം ഭയത്തോടും വിറയലോടും കൂടി തന്നെയാണ് നിൽക്കുന്നത്. കാരണം പ്രിയപ്പെട്ട അച്ഛൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ എത്രയോ മഹത്തായ പാരമ്പര്യമുള്ള, ചരിത്രം ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന ഒരു പള്ളിയാണിത്. ഈ പള്ളിയിൽ വന്ന് ഇപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിനെന്നെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ച ഏറ്റവും ആദരണീയരായ ജിജി തോമസ് അച്ഛനോടും അതുപോലെ പ്രിയപ്പെട്ട റോഷൻ അച്ഛനോടും ജസ്റ്റിൻ അച്ഛനോടും ചുമതലക്കാരോടും എല്ലാവരോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പല സന്ദർഭങ്ങളിൽ ഇവിടെ വരുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഏബ്രഹാം അൽപ്പാൻ പ്രഭാഷണം 2013 ഡിസംബർ 28-ാം തീയതി രണ്ടാമത്തെ ആ പ്രഭാഷണം ഇവിടെ നിർവഹിക്കുന്ന സമയത്ത് എന്നെയാണ് അന്ന് മുഖ്യപ്രഭാഷണം ക്ഷണിച്ചത്. അന്ന് അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനിയാണ് ആ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത്. ഞാൻ ഈ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് തിരുമേനിയെക്കുറിച്ചുള്ള 1000 ഓർമ്മകൾ കടന്നു വരുന്നുണ്ട്. തിരുമേനിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരാഴ്ച മുഴുവൻ പറഞ്ഞാലും തീരാത്തതുപോലെ പറയാനുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. എന്നാൽ ഇതൊരു കുടുംബ പ്രതിഷ്ഠാ ദിനമായതുകൊണ്ട് അഭിനന്ദ തിരുമേനി ഒരു കുടുംബത്തെ എങ്ങനെയാണ് സംരക്ഷിച്ചത് എന്നതിനെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. തിരുമേനി പഴയ പൂലാത്തിനിൽ താമസിക്കുന്ന കാലത്ത് അന്ന് നമ്മുടെ TTIയുടെ ലോക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ തിരുമേനിയാണ്. അപ്പോൾ തിരുമേനി ഒരു വിദേശയാത്രയ്ക്ക് പോകാൻ അന്ന് ഉച്ച കഴിഞ്ഞ് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തിരുമേനിയെ ഒന്ന് കാണാനായിട്ട് ആ പഴയ പൂലാത്തിന് ചെന്നു. അപ്പോൾ അവിടെ ചെന്ന സന്ദർഭത്തിൽ അവിടെ ഒരു സ്വിച്ച് ബോർഡിൽ ഒരു സ്വിച്ച്
അതാരും ഓണാക്കാൻ പറ്റാത്ത രീതിയിൽ തിരുമേനി പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കുകയാണ്. ഞാനത് കണ്ടുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. കാരണം അതാരും വിചാരിച്ചാലും ഓണാക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഈ പുലാത്തീനിലെ കറണ്ട് ചാർജ് കൂടാതിരിക്കാൻ വേണ്ടി തിരുമേനി ചെയ്തതായിരിക്കും ആരെങ്കിലും. കാരണം തിരുമേനി പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ ലൈറ്റെല്ലാം ഇട്ട് അവിടെ കറണ്ട് ചാർജ് കൂടുമെന്നൊക്കെ ചിലപ്പം ചിന്തിക്കാവുന്നതാണ്. തിരുമേനി അങ്ങനെ ചിന്തിക്കുകയും ചെയ്യും. കാരണം സഭയ്ക്ക് ഒരു പൈസ പോലും നഷ്ടമാകുന്നത് തിരുമേനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തിരുമേനി ഇതിങ്ങനെ ഒട്ടിക്കുന്നു, കൂടെ പലരും നിൽക്കുന്നൊക്കെ ഉണ്ട്, അവിടെയുള്ളവരുണ്ട്. എനിക്കാദ്യം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എനിക്ക് എന്താണെന്ന് കൃത്യം പിടികിട്ടിയില്ല. അപ്പോഴാണ് പിന്നീട് അന്വേഷിച്ച് മനസ്സിലായി അവിടെ ഒരു തൂക്കുവിളക്കുണ്ട്. ആ തൂക്കുവിളക്കിൽ ഒരു കുരുകിൽ കൂടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കുഞ്ഞുങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ച് തീവ്രമായ പ്രകാശമുള്ള ലൈറ്റ് മാത്രമല്ല, നല്ല ചൂടുള്ള പ്രകാശം കിട്ടുന്ന ആ ബൾബാണ് അതിനകത്തുള്ളത്. അപ്പോൾ തിരുമേനി ഇത് ആരും ഇത് ഓണാക്കാതെ ഈ സ്വിച്ച് ഒട്ടിച്ചു വെച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ കുരുവി കുഞ്ഞുങ്ങൾക്കൊരു അപകടം സംഭവിക്കാതിരിക്കാനാണ്. താൻ ഇല്ലാ സമയത്ത് ആരെങ്കിലും അത് ഓണാക്കി അത് ഓഫാക്കാനൊക്കെ മറന്നുപോയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിന് ചൂട് കൂടി ആ കുരുവി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ചാണ് തിരുമേനി അത്രമാത്രം മുൻകരുതൽ അതിനെടുത്തത്. പിന്നീട് തിരുമേനി ഒരു കാര്യം കൂടെ ചെയ്തു. ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ ഉള്ളവരോട് പറഞ്ഞു, അവിടുത്തെ ഒരു ജനൽ തുറന്നിടണം, തള്ളക്കിളിക്ക് വന്ന് ആ കുരുവി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ആ ജനൽ തുറന്നിടണം എന്ന് പറഞ്ഞത് ഞാൻ നേരിട്ട് കണ്ട സാക്ഷ്യമാണ്. ഈ സാക്ഷ്യമൊന്നും അധികം പേര് പറയുന്ന സാക്ഷ്യമല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തൊരു സാക്ഷ്യം പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി ഒരു കുരുവിയുടെ കുടുംബത്തെ എങ്ങനെയാണ് സംരക്ഷിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ ഒരു നമ്മുടെ സങ്കീർത്തനത്തിൽ പറയുമല്ലോ, യാഗപീഠത്തിലെ കുരുകിലിനെ കുറിച്ചും മീവൽ പക്ഷിയെക്കുറിച്ചും പറയും. യാഗപീഠത്തിൽ കൂടുകൂട്ടിയ ആ മീവൽ പക്ഷിയും കുരുകിലും എന്താണ്, യാഗപീഠത്തിൽ അതിന് കൂടുകൂട്ടാൻ ഭയപ്പെടേണ്ടതില്ല. കാരണം യാഗപീഠത്തിൻ്റെ അടുത്തേക്ക് വന്ന് ആരും അതിനെ ശല്യപ്പെടുത്താൻ വരികയില്ല. കുരുകിൽ എത്രയോ നിസ്സാരമായ ഒരു കാശിന് 2 കുരുകിൽ വിൽക്കുന്നു, 2 കാശിന് 5 കുരുകിൽ വിൽക്കുന്നതാണ് ആ കാലത്തെ കണക്ക്. കാരണം 2 കാശിന് 4 കുരുകിൽ കൊടുത്താൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അത്രമാത്രം വിലയുള്ളൂ ഒരു കുരുകിലിനുള്ളൂ. എന്നാൽ അവിടെ പറയുന്നു യാഗപീഠത്തിൻ്റെ കുരുകിൽ. അതുപോലെ മീവൽ പക്ഷിയൊക്കെ ഇങ്ങനെ എപ്പോഴും വെപ്രാളപ്പെടുന്ന പക്ഷിയാണ്, അതിനൊന്നും അടങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിൽ വെപ്രാളപ്പെടുന്നതാണ്. എന്നാൽ അതുമൊക്കെ അവിടെ അഭയം കണ്ടെത്തിയിരുന്ന യാഗപീഠത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി എന്ന് പറയുന്നത് എത്രയോ പേർക്ക് അഭയം കൊടുത്ത ഒരു വലിയ തിരുമനസ്സാണ്. അങ്ങനെ തിരുമേനി അഭയം കൊടുത്ത തിരുവല്ല സെൻറ് തോമസ് ടി എന്ന കുരുവിക്കൂട്ടിലെ ഏറ്റവും ചെറിയ കുരുവിയായ എനിക്കും എന്നെയും ചേർത്ത് പിടിച്ച് സ്നേഹിച്ച ആ മഹാസ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അനുഭവങ്ങൾ പറഞ്ഞ ഒത്തിരി ഒക്കെ പറയാനുണ്ട്. ഞാൻ ഓർക്കുന്ന ഇപ്പം ജസ്റ്റിനച്ഛനോട് ഞാൻ ചോദിക്കുകയാണ്, മോനിപ്പോൾ ഇതിലായി 8 വയസ്സ്. അന്ന് ആദ്യമായി മാമോദിസ നടന്നത് അച്ഛൻ SC പള്ളിയിൽ അന്ന് ശുശ്രൂഷ ചെയ്യുന്ന കാലത്താണ്. അപ്പം മാമോദിസ ജസ്റ്റിനച്ഛൻ്റെ കൊച്ചാണല്ലോ, പരിപൂർണ്ണ മര്യാദക്കാരനാണ്. മാമോദിസയിലും മര്യാദയായിട്ടാണ് പങ്കെടുത്തത്. കാരണം അതിനുശേഷം തിരുമേനി പൂലാത്തീനിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും കൂടെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നതിനെക്കുറിച്ച് തിരുമേനി എനിക്ക് ക്ലാസ് എടുത്തതാണോ അതോ പൊതുവായിട്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ തിരുമേനി പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ പറയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് കണ്ണീരൊഴുക്കുന്നൊന്നും ഈ പിള്ളേർ പലപ്പോഴും കാണുന്നില്ല. അതുകൊണ്ടാണ് പിള്ളേർ നശിച്ചു പോകുന്നത്. അതുകൊണ്ട് തിരുമേനി പറഞ്ഞത് പിള്ളേരെ കൂടെ ഇരുത്തി പ്രാർത്ഥിക്കണം. നമ്മൾ കണ്ണുനീര് പൊഴിക്കുന്നെങ്കിൽ അവരത് കാണണം, അവർക്ക് വേണ്ടി കണ്ണുനീര് പൊഴിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ രഹസ്യ സങ്കേതത്തിൽ പോയിരുന്നല്ല പ്രാർത്ഥിക്കേണ്ടത്, കുഞ്ഞുങ്ങൾ അറിയണം എന്ന് പറഞ്ഞ അതൊക്കെ ഞാൻ ഇന്ന് കുടുംബദിനമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം വലിയ പാഠങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കുന്ന സമയത്ത് ജോസഫ് മാർത്തോമാ തിരുമേനിയെ ഞാൻ ആദരവ് ഓർക്കുന്നു. അതുപോലെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് VM മാത്തനച്ഛനെയാണ്. എൻ്റെ അമ്മയുടെ പിതാവ് VM ചാക്കോസ് സാറിൻ്റെ അനുജൻ VM ഇട്രാസ് സാറിൻ്റെ തൊട്ടളയ അനിയനായിരുന്നു VM മാത്തനച്ഛൻ. ഞാൻ പണ്ട് ഇവിടെ ക്രിസ്മസ് കരോളിനോ മറ്റോ വന്നപ്പോൾ ഞാനത് പറഞ്ഞതാണ്. 1963 ഓഗസ്റ്റ് 1 VM മാത്തനച്ഛൻ ഇവിടെ വികാരിയായി ശുശ്രൂഷയിൽ പ്രവേശിച്ചത്. ആ പ്രിയപ്പെട്ട മാത്തനച്ഛൻ്റെ പ്രവേശനോത്സവം ഈ മാരാമൺ മാർത്തോമ ഇടവകയിൽ നടന്ന 1963 ഓഗസ്റ്റ് 1 ഞാനും ഈ ഭൂമിയിലേക്ക് എൻ്റെ പ്രവേശനോത്സവം നടത്തിയത്. അന്നാണ് എൻ്റെ ജന്മദിനം. അപ്പോൾ അങ്ങനെ
മാത്തനച്ചൻ ഈ ഇടവകയിൽ പ്രവേശിക്കുന്ന ആ പുണ്യ നിമിഷത്തിൽ ഈ ഭൂമിയിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്തനച്ചനാണ് എന്നെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മാർത്തോമ നമ്മുടെ മാങ്ങാന സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ വചന ശുശ്രൂഷയൊക്കെ നിർവഹിക്കുവാൻ എന്നെ ഒരുക്കി പ്രാർത്ഥിച്ചയച്ചത്. ആ ഒരു നല്ല സ്മരണകൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ട്. എനിക്ക് വളരെ പരിചയമുള്ള നിങ്ങളുടെ ഗായക സംഘമൊക്കെ അമ്പൂറ്റി സാറും ശ്രീ ജോർജ് സാറും എല്ലാം കൂടെ അതിശക്തമായ നേതൃത്വം, ആരാധനയ്ക്ക് മുമ്പ് തന്നെ ഒരു മുന്നാസ്വാദനം എന്ന നിലയിലൊക്കെയുള്ള പ്രാക്ടീസൊക്കെ വളരെ ഹൃദ്യമായിരുന്നു. നിങ്ങളുടെ ആ ദിവ്യ സംഗീതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്തീയ കുടുംബ പ്രതിഷ്ഠാ ദിനമായിട്ട് നാം ആചരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഈ കുടുംബം എന്ന് പറയുന്നത് എങ്ങനെയാണ് വളരേണ്ടത്, കുടുംബം എങ്ങനെയാണ് വളരേണ്ടത് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ക്രിസ്തുവാകുന്ന ആ ക്രിസ്തുവിൽ വളരുന്ന കുടുംബമാണ് ഈ ലോകത്തിൽ സാക്ഷ്യം നിർവഹിക്കുന്ന കുടുംബമായി വളരുന്നത്. തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന വിയറ്റ്നാമിലെ പ്രസിദ്ധനായ ഒരു സെൻ ബുദ്ധമത ഗുരു, അദ്ദേഹം പറയുന്നുണ്ട്, വിയറ്റ്നാമിലെ ഒരു ആചാരത്തെക്കുറിച്ച് പറയും. അവിടെ ഈ താമര പാടങ്ങളുണ്ട്, താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന വലിയ പാടങ്ങൾ. അപ്പോൾ അവിടെ വെള്ളം കയറി കിടക്കുന്ന സമയത്ത് ഈ വള്ളത്തേലൊക്കെ അവർ ഈ താമരപ്പൂക്കൾ കാണുവാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു വള്ളത്തേൽ അവർ പോകുന്ന സമയത്ത് തേയില കൊളുന്തുകൾ കയ്യിൽ ശേഖരിക്കും. അവരങ്ങനെ പോയി ഈ ഓരോ താമരയും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന താമരയ്ക്കുള്ളിലേക്ക് നമ്മുടെ സ്വോത്രാഴ്ച സഞ്ചിയിലേക്ക് സ്വോത്രാഴ്ച ഇടുന്നത് പോലെ ഈ താമര കൊളുന്തുകൾ, ഈ തേയില കൊളുന്തുകൾ അതിനകത്ത് അവർ നിക്ഷേപിക്കും. എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ അവർ തിരികെ പോരും. നമുക്കറിയാം താമരയുടെ സ്വഭാവം, താമര സൂര്യനെയാണ് പ്രണയിക്കുന്നത് എന്നതുകൊണ്ട് സൂര്യൻ മുമ്പ് നിൽക്കുന്ന സമയത്ത് മാത്രമാണ് താമര വിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് തന്നെ വലിയൊരു സുന്ദരമായ വലിയ ദർശനമാണ്. കുമാരനാശാൻ്റെ കവിതയിൽ പറയുന്നത് പോലെ, സന്തതം മികരൻ ആത്മശോഭയും സ്വന്തമാം അത് കൊതിച്ച വണ്ടിനും ചന്തമാർന്നരുളി നിൽക്കും ഓമലെ ഹന്ത ധന്യമിക നിൻ്റെ ജീവിതവും ആശാൻ പറയും. കാരണം ഒരു വിരിഞ്ഞു നിൽക്കുന്ന താമരയെക്കുറിച്ച് കവി പറയുകയാണ്. എല്ലായ്പ്പോഴും സന്തതം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സന്തതം മിഹിരൻ സൂര്യനാണ്. സൂര്യൻ ആത്മശോഭ കൊടുത്തുകൊണ്ട് ഈ താമര വിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് കവി പറയുകയാണ്, നീ ഇങ്ങനെ നിൻ്റെ ആത്മശോഭ സൂര്യന് കൊടുക്കുമ്പോൾ നിന്നിലെ തേൻകണങ്ങൾ വണ്ടുകൾക്കും തേനീച്ചകൾക്കും ഒക്കെ ആയിട്ട് കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് പറയാണ് ഹന്ത ധന്യമിക നിൻ്റെ ജീവിതം. പ്രിയമുള്ളവരെ, ഓരോ ക്രിസ്തീയ കുടുംബവും ക്രിസ്തുവാകുന്ന ആ സൂര്യനെ നോക്കിക്കൊണ്ട് വിരിയേണ്ട ഓരോ കുടുംബമാണ് നമ്മുടെ ഓരോ കുടുംബം എന്ന് പറയുക. അപ്പോഴതിൻ്റെ തേൻകണങ്ങളാണ് ചുറ്റുപാടും ഇടവഴിക്കും ചുറ്റുപാടും ഉള്ളവർക്കെല്ലാം ലഭിക്കുന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ താമരയ്ക്കകത്ത് തേയിലക്കുളന്തിൽ ഇട്ടിട്ട് അവർ വൈകിട്ട് വരും. വൈകുന്നേരം ആകുമ്പോൾ ഈ താമര അങ്ങ് കൂമ്പി നിൽക്കും. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ആ ധ്യാന കേന്ദ്രത്തിൽ ഈ തേയിലക്കുളന്തുകൾ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ വീണ്ടും അവർ വള്ളവും എടുത്തു പോകും. അപ്പോഴത്തെ ഈ ചായ ഉണ്ടാക്കാനുള്ള സംവിധാനവുമായിട്ട് സുഹൃത്തുക്കളെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവർ ആ തേയിലക്കുളന്തുകൾ വീണ്ടും ശേഖരിക്കും. വീണ്ടും പിറ്റേ ദിവസം താമര വിരിയുമ്പോൾ അതിനകത്ത് തേയിലക്കുളന്തുകൾ അതിന് ശേഖരിക്കും. അതുകൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കും. എന്നാൽ ആ ചായയ്ക്ക് ഒരു പ്രത്യേകമായ ഒരു സവിശേഷതമായ പല ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ആ ചായയ്ക്ക് ഒരു താമരപ്പൂവിൻ്റെ സുഗന്ധമുള്ള ചായയാണ്. ആ ചായയ്ക്ക് താമരപ്പൂവിൻ്റെ ഔഷധ ഗുണമുള്ള ചായയാണ്. ആ ചായയ്ക്ക് താമരപ്പൂവിൻ്റെ രുചിയുള്ള ചായയാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പ്രിയമുള്ളവരെ, ക്രിസ്തുവാകുന്ന താമരക്കുമ്പിളിലെ ഈ താമരക്കുമ്പിളിലെ തേയിലക്കുളന്തുകൾ പോലെ അതിൽ ഒരു രാത്രി ഇരുന്ന് കഴിയുമ്പോൾ അതിനാ ഒരു പുതിയ രുചിയും പുതിയ പരിമളവും പുതിയ ഔഷധ ഗുണവും ഉണ്ടായതുപോലെയാണ് ക്രിസ്തുവിലായിരിക്കുന്ന കുടുംബങ്ങൾക്കുണ്ടാകുന്ന സവിശേഷതകൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രുചിയുള്ള കുടുംബം, നമ്മൾ കാനാവിലെ കല്യാണ വിരുന്നിനെ കുറിച്ചൊക്കെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്. കാനാവിലെ കല്യാണ ഭവനത്തിലേക്ക് അവിടെ ക്രിസ്തു ക്ഷണിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് കാനാവിലെ കല്യാണത്തിൽ വിരുന്നിൽ പോയി പങ്കെടുത്ത് ആദ്യത്തെ അത്ഭുതം ചെയ്തത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കർത്താവിന് മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് സാധിക്കുമായിരുന്നല്ലോ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ സാധിക്കുമായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഒരു കല്യാണ വീട്ടിലോട്ടാണോ ആദ്യം പോയത് എന്ന് വേണമെങ്കിൽ ലോകത്തിൻ്റെ രക്ഷകൻ പോയത് അങ്ങോട്ടാണോ, ആദ്യത്തെ അടയാളം പ്രവർത്തിക്കേണ്ടത് അവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. മാക്സ് ലുക്കാഡോ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രഗത്ഭനായ എഴുത്തുകാരൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു ആദ്യത്തെ അടയാളം ചെയ്തെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. കാരണം യേശുവിനെ പരസ്യ ശുശ്രൂഷ വേളയിൽ ആദ്യം ക്ഷണിച്ചത് ആ ഭവനമാണ്. ഇപ്പോൾ ഒരു അച്ഛന്മാരൊക്കെ ഇടവകി മെയ് 1-ാം തീയതിയൊക്കെ വന്ന് ചാർജ് എടുക്കുമല്ലോ. അച്ഛൻ ചിലപ്പം വരുന്ന സമയത്ത് ആദ്യം ഒരു മാമോദീസ ആയിരിക്കും നടത്തുന്നത്. കാരണം എന്തുകൊണ്ട്, ആ മാമോദീസായാണ് അവിടെ നിശ്ചയിക്കപ്പെട്ടത്. അച്ഛനെ ആദ്യം ക്ഷണിച്ചത് ആ മാമോദീസായിക്കാണ്. അപ്പോൾ ആ മാമോദീസ ആയിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ ആദ്യം നടക്കുന്നത് കല്യാണമാണെങ്കിൽ ആ കല്യാണമായിരിക്കും നടക്കുക. കാരണം എന്തുകൊണ്ടാണ്, ആ കല്യാണം അവിടെ നിശ്ചയിച്ചത് അച്ഛനെ ആദ്യം ക്ഷണിച്ചത് അവരായതുകൊണ്ടാണ്.
അത് വന്ന് ആ രീതിയിൽ നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെ യേശു യാതൊരു പ്രശസ്തിയും ഇല്ലാത്തൊരു കാലത്ത്, ഒരു അത്ഭുതം പോലും ചെയ്ത് ആളുകളുടെ ഇടയിൽ അറിയപ്പെടാതിരുന്ന ആ കാലത്ത് യേശുവിനെ കല്യാണത്തിന് ക്ഷണിക്കണമെന്ന് ചിന്തിച്ച ആ കുടുംബമുണ്ടല്ലോ, അതൊരു വലിയ കുടുംബമാണ്, മഹത്തരമായ കുടുംബമാണ്. അതാണ് ഈ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുമ്പോൾ ആ കുടുംബം പുതിയ രുചിയുള്ള കുടുംബമായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബം എങ്ങനെയാണ് പുതിയ രുചിയാകുന്നത്? ഇപ്പോൾ പള്ളി നവീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു. കാണാനായിട്ട് ഒത്തിരി ആളുകൾ വരും. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് കിടക്കണം, നവീകരിക്കപ്പെട്ട് കിടക്കണം. പള്ളി നവീകരിക്കപ്പെടുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് ജീവനുള്ള പള്ളികളായിട്ടുള്ള നമ്മൾ നവീകരിക്കപ്പെടണമെന്നുള്ളത്. റഷ്യയിലെ പണ്ട് E.F. ഷൂമാക്കർ എന്ന് പറയുന്ന റഷ്യ കാണാൻ പോയതിനെ കുറിച്ചൊരു സംഭവം പറയാം. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒരു റൂട്ട് മാപ്പൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, ഒരു ഗൈഡ് അടുത്തുണ്ട്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഒരു പള്ളി കാണാം, പക്ഷേ റൂട്ട് മാപ്പിൽ ആ പള്ളി അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഉടനെ ഈ ഗൈഡിനോട് ചോദിക്കുകയാണ്, അത് കാണുന്ന ഒരു പള്ളിയല്ലേ, എന്തുകൊണ്ടാണ് റൂട്ട് മാപ്പിൽ അത് രേഖപ്പെടുത്താത്തത്? ഉടനെ ആ ഗൈഡ് പറയാണ്, പണ്ടതൊരു പള്ളിയായിരുന്നു, ഇപ്പോഴതൊരു മ്യൂസിയമാണെന്ന്. കാരണം ആ പള്ളി പൂട്ടിപ്പോയതാണ്, ഇപ്പോൾ അത് മ്യൂസിയമാണ്. പ്രിയമുള്ളവർ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് മ്യൂസിയമാണോ അതോ പള്ളിയാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഈ പള്ളി നവീകരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അത് ഏറ്റവും അനിവാര്യമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം ഓരോ കുടുംബവും നവീകരിക്കപ്പെടുന്നതിലൂടെയാണ് മാരാമൺ ഈ മാർത്തോമ ഇടവക എന്ന കുടുംബം നവീകരിക്കപ്പെടുന്നത് എന്നുള്ള തിരിച്ചറിവ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ ആ ഒരു രൂപാന്തരം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതുപോലെ ഈ കാനാവിലെ കല്യാണ വീടിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ആ താമരപ്പൂവിന് രുചി മാത്രമല്ല പുതിയൊരു പരിമളം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ആ കുടുംബത്തിന് പരിമളം ഉണ്ടാകുന്നത്? പരിമളം തൂകിയൊരു ഭവനത്തെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ബെഥാനിയയിലെ ഭവനത്തെ നമുക്ക് കാണാൻ സാധിക്കും. ലാസറിൻ്റെ ഉയർപ്പിന് ശേഷം യേശു ആ ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് മറിയ, ലാസറിൻ്റെ സഹോദരി മറിയ, സ്വച്ഛജട മാംസി തൈലം അവൻ്റെ കാലിൽ പൂശുകയാണ്. അങ്ങനെ ആ വീട് മുഴുവൻ അതിൻ്റെ സൗരഭ്യം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ ഭവനം സൗരഭ്യം കൊണ്ട് നിറഞ്ഞത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ഈ മറിയ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ കാലിലാണ് അവൾ പൂശിയത്. യേശുവിൻ്റെ കാലിൽ ഈ സ്വച്ഛജട മാംസി തൈലം പൂശുമ്പോൾ ആ സുഗന്ധം കിട്ടിയത് യേശുവിന് മാത്രമല്ല, ആ വീട്ടിലുള്ള എല്ലാവർക്കും സുഗന്ധം കിട്ടുകയാണ്. ഇതൊക്കെയാണ് ഈ സാക്ഷ്യം. നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടല്ലോ, സാക്ഷ്യം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പരിമളം തൂകുന്നതാണ് സാക്ഷ്യം. നമ്മുടെ ജീവിതം കർത്താവിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തെ കർത്താവിന് മുൻപിൽ സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബം ഒരു പരിമളം തൂകുന്ന ഭവനമായി മാറുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന സ്വച്ഛജട മാംസി തൈലം യേശുവിൻ്റെ പാതാരവിന്ദങ്ങളിലാണ് പൂശിയതെങ്കിലും അതിൻ്റെ സുഗന്ധം എല്ലാവർക്കും ലഭിക്കുകയാണ്, സഭയ്ക്ക് ലഭിക്കുകയാണ്. അതൊക്കെയാണ് ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത്. അതുപോലെ ഔഷധ ഗുണമുള്ള ഭവനം, കഫർനഹൂമിലെ ഭവനം എന്ന് പറയുന്നത് എന്താണ്? ആ ഭവനത്തിൽ യേശു ചെല്ലുന്നു, അവിടെ ഇതാ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ആളുകൾ തിങ്ങിക്കൂടുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, ഇത്രയും പേരെ ആദ്യമായിട്ട് കാണുവാണ്. വെളിയിലൊക്കെ ധാരാളം പേർ ഇരിക്കുകയാണ്, കഫർനഹൂമിലെ ഭവനം പോലെയാണ്. പക്ഷേ അവിടെ ഇതാ ഒരു പക്ഷപാതക്കാരനെ 4 പേര് കൂടി ചുമന്നുകൊണ്ട്, ഇതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. 4 പേര് കൂടി ഒരുമയോടുകൂടി ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് വരും. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യനെ ഈ ശവക്കുഴിയിലോട്ട് ശവക്കോട്ടയിൽ ചെല്ലുമ്പം ശവം ഇറക്കി വെക്കുന്നത് അറിയാമല്ലോ. ആ പിടിക്കുന്ന 4 പേര് ഒരുമയോടെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ താഴെ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ബോഡി താഴെ ചെല്ലും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ജീവനുള്ള ഒരു മനുഷ്യനെ ഇറക്കി വിടണമെങ്കിൽ എത്ര പേര് സഹകരിക്കണം? അതിനാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഒരേ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അതാണ് അവരാ ഒരേ ആത്മാവിൽ ഇറക്കി വെച്ചതുകൊണ്ടാണ് ആ സ്ഥലത്ത് ചെന്നത്. അല്ലെങ്കിൽ ഈ താഴെ അവൻ ആദ്യം വീണ് അടുത്തൊരു പരിക്കും കൂടെ പറ്റേണ്ടി വന്നേനെ, അതും കൂടെ കർത്താവിന് സൗഖ്യമാക്കേണ്ടി വന്നേനെ. അപ്പോൾ അങ്ങനെ ഇറക്കി വെക്കുകയാണ്. ആ ഭവനം ഇതാ ഈ ഔഷധമുള്ള ഭവനമായിട്ട് മാറുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് വലിയ ഗുണം. അതെങ്ങനെയാണ് സാധിക്കുന്നത് ചോദിച്ചാൽ ക്രിസ്തുവാകുന്ന താമരക്കുമ്പിളിൽ ഇരിക്കുമ്പോഴാണ്. എന്നാൽ നമ്മൾ ഈ തേയിലക്കൊളുന്തുകൾ ഇടുന്ന സമയത്ത് താമരക്കുമ്പിളിൽ നിന്നും തെന്നി വീണ് താഴേക്ക് പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുക. വീഴുന്നത് എന്താണ്? താമര വളരുന്ന പങ്കജം എന്ന് താമരയ്ക്ക് പര്യായമുണ്ട്. പങ്കം എന്ന് പറഞ്ഞാൽ ചെളിയെന്നർത്ഥം. പങ്കത്തിൽ ജനിക്കുന്നതിനെ പങ്കജം എന്ന് പറയും. പങ്കത്തിൽ ചെളിയിലാണ് താമര വിരിയുന്നത്. അവിടെ ഒരു തേയിലക്കൊളുന്ത് വീണാൽ ഏത് ശുദ്ധീകരണശാലയെ കൊണ്ട് ശുദ്ധീകരിച്ചാലും നമ്മളത് ചായക്ക് ഉപയോഗിക്കുമോ? പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവാകുന്ന താമര കുമ്പിളിലെ ഒരു ക്രിസ്തീയ കുടുംബമായിരിക്കേണ്ട നമ്മൾ അതിൽ നിന്നും തെന്നി താഴെ വീണ് കഴിഞ്ഞാൽ ഈ ചെളിക്കുണ്ടി വീണ ഒരു അവസ്ഥയാണ്. ഞാൻ ആലുവ UC കോളേജിൽ പഠിച്ച ഒരാളാണ്. 84-86 MSc അവിടെയാണ് പഠിച്ചത്. ഈ വർഷം അവരുടെ അധ്യാപക ദിനാഘോഷത്തിന് എന്നെയായിരുന്നു ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചത്. അപ്പോൾ പൂർവ്വ അധ്യാപകരും പ്രിൻസിപ്പൽമാരും പഴയ മാനേജർമാർ, ഇപ്പോഴത്തെ പ്രിൻസിപ്പലും അവരെല്ലാവരും അങ്ങനെയുള്ള കുറച്ച് PG സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനവിടെ പഠിക്കാൻ ചെല്ലുന്ന കാലഘട്ടത്തിൽ
അതിന് മുമ്പ് അവിടെ നടന്നൊരു സംഭവത്തെക്കുറിച്ച് കേട്ടതാണ്. അവിടുത്തെ പ്രസിദ്ധമായ ചാപ്പലാണ്. 1921 തുടങ്ങിയതാണ്. ആലുവ IC കോളേജിൽ എത്രയോ മഹാന്മാരിരുന്ന് പ്രാർത്ഥിച്ച, അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ക്രിസോസ്റ്റം തിരുമേനി പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. തിരുമേനി പറയും, ആലുവ UC കോളേജിൽ മഹാന്മാർ പഠിച്ചു എന്നുള്ളതല്ല, സാധാരണക്കാരെ അവർ മഹാന്മാരാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ് കോളേജിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഞാനത് പറഞ്ഞപ്പോൾ അവിടെ ആ PG സ്റ്റുഡൻസ് എല്ലാം കൈയടിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞാനവിടെ പഠിക്കുന്ന കാലത്ത് അതിന് മുമ്പ് നടന്ന സംഭവമാണ്. അവിടെ ഞാൻ പറഞ്ഞില്ല, ഈ ചാപ്പലിൻ്റെ അടുത്ത് ഒരുത്തനും ഒരു ചെറുപ്പക്കാരിയും കൂടെ അവിടുത്തെ വിദ്യാർത്ഥികളാണ്. അവധി ദിവസമായിരുന്നു. അവരവിടെ ഇരുന്ന് അവരുടെ സ്വപ്നങ്ങളൊക്കെ പങ്കുവെച്ച് ചാപ്പലിൻ്റെ അടുത്ത്, അവിടെയെങ്കിലും ആരുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രിൻസിപ്പൽ എങ്ങനെയോ അതുവഴി വന്നത്. പെട്ടെന്ന് പ്രിൻസിപ്പലിനെ ഈ ചെറുക്കം കണ്ടു. ഈ പ്രിൻസിപ്പൽ പെട്ടെന്ന് വരുന്നു. കാരണം അവൻ പറയാണ്, അങ്ങനെയാണ് ശാരദ ഈ ചാപ്പലുണ്ടായെന്ന്. അവൻ ഈ ചാപ്പലിലേക്ക് പറയുന്ന കേട്ടാത്തൊന്നും അവൻ ഈ ചാപ്പലിൻ്റെ ചരിത്രം അവരോട് കൊച്ചിനോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അവരവരുടെ ജീവിതമാകുന്ന ചാപ്പൽ പണിയുന്നതിനെക്കുറിച്ചായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് അവരെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ച ഒരാൾ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത ആയെന്ന് നമുക്കറിയാം. ഈ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ച മറ്റൊരാൾ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത ആയെന്ന് നമുക്കറിയാം. ആ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ച മറ്റൊരാൾ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത ആയെന്ന് നമുക്കറിയാം. ആ ചാപ്പലിരുന്ന് പ്രാർത്ഥിച്ച മറ്റൊരാൾ ഡോക്ടർ സക്രിയാസ് മാർ തെയോഫിലോസ് സഫറിയൻ മെത്രാപ്പോലിത്ത ആയെന്ന് നമുക്കറിയാം. എന്നാൽ ചാപ്പലിൻ്റെ അടുത്തിരുന്ന് അങ്ങനെയാണ് ഈ ശാരദ ഈ ചാപ്പലുണ്ടായെന്ന് പറഞ്ഞാൽ ഏതുവഴി പോയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ പള്ളി എത്ര മഹത്തരമാണെങ്കിലും മഹനീയമാണെങ്കിലും നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ ഇരുന്നില്ല എങ്കിൽ അതിൻ്റെ യാതൊരു പ്രയോജനവും നമ്മൾ കിട്ടത്തില്ല. ഇരുന്നാൽ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ജോസഫ് മാർത്തോമാ തിരുമേനിയെ പോലെ യുഗപ്രഭാവനായ സൂര്യ തേജസ്സിനെ സമ്മാനിച്ചൊരിടം, അതുപോലെ 5 മെത്രാപ്പോലെ സൂര്യ തേജസ്വികളായുള്ളവരെ സൃഷ്ടിച്ചതാണ്. ഞാൻ അവർക്ക് ഈ കൊച്ചുണ്ണിച്ചായൻ്റെയൊക്കെ ഭവനത്തിൽ എന്നെ എത്രയോ പ്രാവശ്യം തിരുമേനി എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ഭവനത്തിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ ആ സ്നേഹവാത്സല്യങ്ങൾ, അത് സ്നേഹവിരുന്നായി പോലും എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ പേരെ രൂപപ്പെടുത്തിയ, അതുപോലെ സഭയുടെ വിവിധ ശുശ്രൂഷകൾ എത്രയോ പേരെ രൂപപ്പെടുത്തിയ ഒരു പള്ളിയാണിത്. കാരണം എന്തുകൊണ്ട് അവർ രൂപപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, അവർ ഈ പള്ളിയിൽ ഇരിക്കേണ്ടതുപോലെ ഇരുന്നത് കൊണ്ടാണ്. അവർ ക്രിസ്തു എന്ന് പറയുന്ന താമര കുമ്പിളിനുള്ളിലിരുന്ന് ധ്യാനിച്ചത് കൊണ്ടാണ് അങ്ങനെ രൂപപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയ പാഠമാകണം. നമ്മുടെ എല്ലാം അടിസ്ഥാനപരമായി നമ്മളൊരു കുടുംബ സങ്കല്പത്തെക്കുറിച്ച് എടുക്കുമ്പോൾ കർത്താവിൻ്റെ തിരുക്കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് കർത്താവിൻ്റെ തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേകത? കർത്താവിൻ്റെ തിരുക്കുടുംബം എന്ന് പറയുന്ന ഒരു ദേവാലയം പോലെ പരിശുദ്ധമായിരുന്നു എന്നുള്ളതാണ്. ആ ദേവാലയത്തിൽ ഇരുന്ന് വളർന്ന കുഞ്ഞാണ് ഈ അവിടെ പറയുന്നുണ്ടല്ലോ, ആ കുഞ്ഞിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പതിവ് പോലെ പോയെന്നാണ്. പതിവ് പോലെ പെരുന്നാളിന് പോയി. പതിവ് പോലെ, ഞാൻ പറയട്ടെ, കുടുംബദിനത്തിന് മാത്രം ഇത്രയും പേര് വന്നാൽ പോരാ. പതിവ് പോലെ എല്ലാ പ്രാവശ്യവും വരണം. അല്ല, ഒരു കുടുംബദിനത്തിന് വന്നിട്ട് അടുത്ത കുടുംബദിനത്തിന് ഡേറ്റ് നിശ്ചയിക്കുമല്ല. അങ്ങനെ പൗലോ കോയിലോടെ ഒരു കഥയുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയും, ഒരു മനുഷ്യൻ പള്ളിയിലൊക്കെ കുറച്ച് നാളായിട്ട് പോകുന്നില്ല. അപ്പോൾ അവിടുത്തെ അന്നേരം അച്ഛൻ ഇങ്ങനെ ഒരു കുന്നുംപുറത്താണ് പള്ളി, അവിടെയാണ് അച്ഛൻ താമസിക്കുന്നത്. അച്ഛൻ ആ കുന്നിറങ്ങി വേറൊരു കുന്നുംപുറത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തണുപ്പുള്ള രാജ്യമാണ്. അപ്പോൾ കതവൊക്കെ അടച്ച് ഇങ്ങനെ നെരിപ്പോടിൽ കനലുകളൊക്കെ ഇട്ട് ചൂടാക്കിയൊക്കെ ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണാം. അപ്പോൾ പിരിവിനൊന്നും അല്ലെന്ന് മനസ്സിലായി. ജിജി തോമസ് അച്ഛൻ പറഞ്ഞല്ലോ, ഞാൻ പിരിവിനൊന്നും വരികയല്ല, പക്ഷേ പള്ളി കുന്തനായിരിക്കണം, നിങ്ങൾ തന്നെ അതിനകത്ത് സഹകരിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ പിരിവൊന്നുമല്ല. അപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പള്ളിയിൽ ചെല്ലാത്തതിൻ്റെ വിശദീകരണം ചോദിക്കാൻ വരുന്നതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ വന്നപ്പോൾ കഥകൊക്കെ തുറന്നു കൊടുത്തു, കയറ്റി. അതിനുശേഷം ഈ അദ്ദേഹം വന്ന് അവിടെ ഇരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ നെരിപ്പോടിൽ കനലുകൾ എരിയുന്നുണ്ട്. അത് നോക്കിക്കൊണ്ട് ഈ അച്ഛൻ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഓർത്ത് ഇപ്പോൾ വഴക്ക് പറയുന്നു, ഒരു വഴക്കും പറഞ്ഞില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അതിനകത്ത് കുടിലുകൊണ്ട് ഒരു കനലെടുത്തിട്ട് നിലത്തോട്ട് ഇടുകയാണ്. ഇതുപോലെ ഇതൊന്നും വിരിച്ചിട്ടില്ല, ടൈല് മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് ഇടുന്ന സമയത്ത് കുറച്ച് സമയം ഈ അച്ഛൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കനൽ കെട്ട ഒരു കനലായി കരിക്കട്ടയായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ കുടിലുകൊണ്ട് ഈ കനലെടുത്ത് അവിടെ ഇട്ട് ആ അച്ഛൻ പെട്ടെന്ന് ആ കെട്ടുപോയ കനൽ കരിക്കട്ട വെറുതെ കൈകൊണ്ടെടുത്തിട്ട് ഈ കനലുകളുടെ കൂട്ടത്തിലേക്ക് ഇടുമ്പോൾ അത് വീണ്ടും ജ്വലിക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, ഞാൻ അടുത്ത ഞായറാഴ്ച തൊട്ട് പള്ളിയിൽ വന്നോളാവുന്നു. കാരണം പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ, കനലുകളുടെ കൂട്ടത്തിൽ കിടന്ന് ജ്വലിക്കുന്നത് പോലെ നിങ്ങൾക്ക് മാറിക്കിടന്നാൽ, നിങ്ങൾ എത്ര വലിയ കനലായിരുന്നെന്ന് പറഞ്ഞാലും, നമ്മുടെ പാരമ്പര്യം എത്ര മഹത്തരമാണെന്ന് പറഞ്ഞാലും, നമ്മൾ കെട്ട കനൽ പോലെ ആയി തീരുമെന്നുള്ള വലിയ സന്ദേശമാണ്. അതുകൊണ്ടാണ് വീണ്ടും നെരിപ്പോടിലെ കനലാകാൻ ഞാൻ തയ്യാറാണെന്ന് ആ മനുഷ്യൻ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ദേവാലയവുമായുള്ള ബന്ധത്തിൽ യേശു ദൈവപുത്രനാണ്. അവൻ ഇരിക്കുന്നിടമാണ് ദേവാലയം. പക്ഷേ അവൻ ആ കാലത്ത് ജീവിച്ച സമയത്ത് ദേവാലയവുമായി ബന്ധപ്പെട്ട് അതിനുശേഷമുള്ള പരസ്യ ശുശ്രൂഷയിലൊക്കെ തൻ്റെ ഏറ്റവും വലിയ നയപ്രഖ്യാപനമൊക്കെ നടത്തുന്നത് നമുക്കറിയാം, പള്ളിയിൽ വെച്ചാണ്. പിന്നീട് അവസാനം യെരുശലേമിലേക്കുള്ള യാത്രയിലും ആ
ആ ദേവാലയത്തെക്കുറിച്ചുള്ള ഉദാത്തമായ ദർശനത്തിലാണ് പറയുന്നത്. എൻ്റെ ആലയം, എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. കാരണം യേശുവിൻ്റെ തിരുക്കുടുംബം എന്ന് പറയുന്ന കള്ളന്മാരുടെ ഗുഹയല്ലായിരുന്നു എന്നുള്ളതാണ്. ആ യോസഫ് മറിയയും ഒക്കെ അങ്ങനെയാണ്. അതാണ് ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന ആ തിരുക്കുടുംബം എന്ന് പറയുന്ന ഒരു ദൈവാലയം മാത്രം, അതൊരു വലിയ പാഠശാലയായിരുന്നു എന്നുള്ളതാണ്. ആ ഭവനത്തിൽ വളർന്നൊരു കുഞ്ഞാണ് 12ാമത്തെ വയസ്സ് ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനുള്ളിൽ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറയുകയാണ്. പിതാവിനുള്ളിൽ ഇരിക്കേണ്ടതുപോലെ ഇരിക്കാൻ ആ കുഞ്ഞിന് കഴിഞ്ഞത് ആ വളർത്തിയ അതിൻ്റെ ഗുണമാണ്. ജോസഫ് മാർത്തോമാ തിരുമേനി പറഞ്ഞതുപോലെ ആ വളർത്തു ഗുണമാണത്. അപ്പോൾ ആ ഒരു അതാണ് വലിയൊരു മാതൃകയാണ് പാഠശാല. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? ശൈലേഷ് മേത്ത എന്ന് പറയുന്ന വലിയൊരു കാർഡിയോളജിസ്റ്റിനെ കുറിച്ച് പറയും. 2008 അദ്ദേഹം ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കാണാൻ ആഗ്രഹിച്ച് അദ്ദേഹത്തെ കാണാൻ പോയതാണ്. ഞാൻ ഒരിക്കലും ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ഈ കലാമിനെ കണ്ടപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് ചെന്നാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സംഭവം പറയാനുണ്ട്. അതായത് എൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരു അപ്പനും ഒരു മാതാപിതാക്കൾ അവരുടെ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് വന്നു. ഹാർട്ടിന് വലിയ പ്രോബ്ലമുള്ള കുഞ്ഞാണ്. അപ്പോൾ അവിടെ എൻ്റെ അസിസ്റ്റൻറ്റുമാരാണ്, അവരെല്ലാം പരിശോധനയൊക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഇത് ഓപ്പറേഷൻ നടത്തിയാലും വിജയിക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് ഇനിയും ശൈലേഷ് മാത്യു ഒന്നും കാണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ നടത്തിയില്ലേ 3 മാസം ജീവിക്കുക, അത്രയ്ക്കേ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഈ അമ്മ അവിടെ കിടന്ന് നിലവിളിച്ച് ബഹളം വെക്കാൻ തുടങ്ങി, ശൈലേഷ് മേത്തയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഇതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുക്ക വിളിച്ചു. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഈ വിവരമൊക്കെ ഉള്ളതുപോലെ ഈ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. ഉടനെ അവർ പറഞ്ഞു, ഓപ്പറേഷൻ തന്നെ നടത്തണം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഈ കുഞ്ഞിനെ സജ്ജമാക്കാൻ വേണ്ടി ആ ഡോക്ടർ ചെല്ലുമ്പോൾ ആ കുഞ്ഞിനോട് കുഞ്ഞ് ചോദിച്ചു, എന്നെ ഈ ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയയാണല്ലോ, അതിനെക്കുറിച്ചാണ് ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. അപ്പോൾ ആ കുഞ്ഞ് ഇങ്ങനെക്കുറിച്ച് ഒരു ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ ഡോക്ടർ വിചാരിച്ചു ഇതിൻ്റെ വേദനയെക്കുറിച്ചാണ് ആ കുഞ്ഞ് പറയുന്നത്. ഉടനെ പറഞ്ഞു, ഞാൻ ഇഞ്ചക്ഷനൊക്കെ തന്നിട്ടാണ്, ആ കുഞ്ഞിന് വേദനയൊന്നും എടുക്കത്തില്ല, അതിനുശേഷം എല്ലാം സുഖമാകും എന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി. ഉടനെ ആ കൊച്ചു ചോദിക്കണം, എനിക്കതല്ല കാര്യം, ഈ ഹൃദയം തുറക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് എൻ്റെ വിശേഷം പറയണം, ഞാൻ അന്വേഷിച്ചതായിട്ട് അങ്ങ് ഇത് കാണുമ്പോൾ പറയണം, എന്നിട്ട് പറയണം ദൈവത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് എന്നോട് പറയണം. അപ്പോൾ ഇതേ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ആ ഹാർട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി രക്തം ഇങ്ങനെ വരാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. പക്ഷേ അസിസ്റ്റന്റുമാരൊക്കെ ഉണ്ട്, അവർ പറഞ്ഞു ഒരു തുള്ളി രക്തം പോലും വരുന്നില്ല, വെറുതെ ഇനി പൂട്ടിക്കെട്ടിയേക്കാം എന്ന് വിചാരിച്ച് ആ ഹാർട്ട് അവർ തിരിച്ച് കുത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ, അതുവരെ പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവം ഇങ്ങനെ ദൈവമേ നീ ഉണ്ടെങ്കിൽ, ആ കുഞ്ഞിങ്ങനെയാണല്ലോ ആഗ്രഹിച്ചത്, അതിനെ രക്ഷപ്പെടുത്തണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്, നീ പ്രവർത്തിക്കാനാണെങ്കിൽ ഇപ്പം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഒരു തുള്ളി ചോര അവിടേക്ക് വീഴുന്നത്. ഉടനെ അസിസ്റ്റന്റുമാർ പറഞ്ഞു ചോര വരാൻ തുടങ്ങി. അപ്പോൾ ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിച്ചു. അപ്പോൾ ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം ചോദിച്ചു, അതെല്ലാം വിജയകരമായി തീർത്തല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നോട് കാണാനോട് ഇത്ര വാശി പിടിച്ചു? ഉടനെ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, അതായത് ആ കൊച്ച് എന്നോട് പറഞ്ഞായിരുന്നല്ലോ, ആ കാണുമ്പോൾ ദൈവത്തോട് എൻ്റെ അന്വേഷണം പറയണമെന്ന് പറഞ്ഞിരുന്നു, തന്നെയല്ല അവൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ദൈവത്തെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് താങ്കളുടെ ഒരു അഭിപ്രായം ചോദിക്കാനാണ്. ഉടനെ ആ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ പറഞ്ഞു, ആ കുഞ്ഞിനോട് പറയണം, ഇറ്റിറ്റ് വീഴുന്ന ചോരത്തുള്ളികളിൽ ഞാൻ നിൻ്റെ ദൈവത്തെ കണ്ടു എന്ന് പറയണം എന്നാണ് പറഞ്ഞത്. പിന്നെ ആ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തി 69 വയസ്സ് വരെ നിരീശ്വരവാദിയായി ജീവിച്ച ഞാൻ ആ കുഞ്ഞിനെ മൂലം ഞാനിപ്പോൾ ഒരു ഈശ്വര വിശ്വാസിയാണെന്ന് പറയുകയാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ കുഞ്ഞ് അദ്ദേഹത്തിന് ഗുരുവായി മാറിയെങ്കിൽ ആ കുഞ്ഞിന് ഗുരുവായി മാറിയത് ആരാണ്? ആ അമ്മയാണ് മാറിയത്. നിൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ടെന്ന് കൊച്ചുനാളിൽ തൊട്ട് പഠിപ്പിച്ച ആ അമ്മയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? വളരെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ടത്, എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മളെ ഈ ഒരു ബോധമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ എത്രമാത്രമാണ് ശ്രമിക്കുന്നത്? സൺഡേ സ്കൂളിനെ കുറിച്ചൊക്കെ എത്രയോ നോട്ടീസ് വായിച്ചു, പക്ഷേ ഇതൊക്കെ എത്ര പേര് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് എന്ന്. ഞാൻ ഇപ്പോഴും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഇന്ന് ഉച്ച കഴിഞ്ഞ് പോയി സൺഡേ സ്കൂൾ പഠിപ്പിക്കേണ്ട ഒരാളാണ്. ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞാണ് സൺഡേ സ്കൂൾ. ഞാൻ പറഞ്ഞത് ഇതിനെയൊക്കെ ഗൗരവമായിട്ട് എടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കുടുംബം ഒരു പാഠശാലയാണ്, മറ്റേ കുടുംബം ഒരു യാഗപീഠമാണ്. നസറേത്തിലെ കുടുംബത്തിൽ അവരെ അത്താനാസ് തിരുമേനി പറയുന്ന മനോഹരമായ വാചകമുണ്ട്. തിരുമേനി പറയും, ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്ന ജീവിതത്തിൽ ഒരു യാഗപീഠം ഉണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ആ യാഗപീഠത്തിൽ സമർപ്പിക്കാൻ ഒരു ജീവിതം ഉണ്ടാകുന്നതാണ്. ആ യാഗപീഠത്തിൽ ജീവിതം സമർപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടായി അങ്ങനെ സമർപ്പിക്കുന്നതാണ്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ അത് ദൈവം പ്രസാദിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെ അടയാളമെന്ന് അത്താനാസ് തിരുമേനി പറഞ്ഞ് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ആ ഭവനത്തിലെ അവരെ ചിന്തിക്കുക,
മറിയ ഒരു യാഗപീഠമായിട്ട് നിന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വപ്നത്തെ ഏറ്റെടുക്കുന്നത്. അവൾക്കറിയാം അതിൻ്റെ പേരിൽ അവൾ എന്തെല്ലാം പഴി കേൾക്കേണ്ടി വരും. അവളെന്നാൽ ആ ദൈവത്തിൻ്റെ സ്വപ്നത്തെ ഒരു യാഗപീഠം, ഒരു യാഗവസ്തുവിനെ ഏറ്റെടുക്കുന്നത് പോലെ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അവളെ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയായിരുന്ന യോസഫിനോട് ദൈവം പറയുന്നു, നീ ആ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. യോസഫ് ഒരു യാഗപീഠമായി മാറുകയാണ്. ആ മനുഷ്യനും ഒത്തിരി സ്വപ്നങ്ങളോടുകൂടി ആയിരിക്കണം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചത്. ആ മനുഷ്യനിതാ ദൈവത്തിൻ്റെ സ്വപ്നത്തെ ഏറ്റെടുത്ത യാഗപീഠമായ മറിയ എന്ന യാഗപീഠത്തെ, ആ യാഗപീഠം ചേർത്ത് പിടിക്കുകയാണ്. യോസഫ് അങ്ങനെ ഒരു യാഗപീഠമായി മാറുകയാണ്. അവർ രണ്ടുപേരും കൂടെ ദൈവം തങ്ങൾക്ക് നൽകിയ കുഞ്ഞിനെ അവരുടെ ജീവിതമാകുന്ന യാഗപീഠത്തിൽ, കുടുംബമാകുന്ന യാഗപീഠത്തിൽ അവർ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, യാഗപീഠം ഈ കർത്താവ് അവസാനമായിട്ട് കാണിച്ചു തന്ന എന്താണ്? ഈ പരമമായ യാഗമായി അർപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എൻ്റെ ജീവിതമെന്ന് തെളിയിച്ചവനാണ്. ഡൊമിനിക് ലാപ്പിയർ എഴുതിയ സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകമുണ്ട്. കൽക്കട്ടയെക്കുറിച്ച് എഴുതിയാണ്. അദ്ദേഹം അവിടെ പോയി താമസിച്ച് പഠിച്ചെഴുതിയാണ്, അല്ല വെറും കഥ എഴുതിയതൊന്നുമല്ല. അവിടെ ഒരു ഖസാരിവാൽ എന്നൊരു മനുഷ്യനെ കുറിച്ച് പറയും. ആ ഖസാരിവാല് അദ്ദേഹത്തിൻ്റെ മക്കൾ, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ തീറ്റിപ്പോറ്റണം. ഇയാൾ ജോലിക്ക് പോകും പകല്. അപ്പോൾ പകലൊക്കെ ജോലിക്ക് പോയി ജോലി തേടുകയാണ്. ഒരു ദിവസം പോയിട്ട് ഒരു ജോലിയും കിട്ടിയില്ല. അന്ന് വൈകിട്ട് കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ മധുര പലഹാരവുമായിട്ട് ഇദ്ദേഹം വരുന്നത് കാത്തിരിക്കുകയാണ് ഭവനത്തിൽ. അപ്പോഴത്തേക്ക് വൈകിട്ട് അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. അവിടെ ഡൊമിനിക് ലാപ്പിയർ പറയുന്നുണ്ട്, ഒരു മാനിനെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു സിംഹം മാനിനെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ സിംഹക്കുട്ടികൾ ഓടി വന്ന് ആ മാനിനെ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ കുഞ്ഞുങ്ങൾ ആ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് പൊതിയെടുത്ത് തുറന്ന് അവർ ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഡൊമിനിക് ലാപ്പിയർ അവിടെ രേഖപ്പെടുത്തുന്ന വളരെ ചിന്തോദീപകമായ ഒരു വാചകമുണ്ട്. അവർ ആ മധുരപലഹാരം ഭക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടത് കൈത്തണ്ടയിലെ ചുവന്ന പാട് അവരാരും കണ്ടിരുന്നില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടത് കൈത്തണ്ടയിലെ ചുവന്ന പാട് അവരാരും കണ്ടിരുന്നില്ല. എന്താണ് ആ ചുവന്ന പാട്? അന്ന് പകല് മുഴുവൻ ഒരു ജോലിക്ക് വേണ്ടി ഒരു കൂലി കിട്ടാൻ ആഗ്രഹിച്ച് നടന്നിട്ട് അത് സാധിക്കാതെ വന്നതുകൊണ്ട് അന്ന് വൈകിട്ട് പോയി ചോര കൊടുത്ത്, തൻ്റെ ചോര വിറ്റിട്ട് ആ കിട്ടിയ പണം കൊണ്ടാണ് ഈ മധുരപലഹാരവുമായിട്ട് വന്നത്. അദ്ദേഹം പറയുകയാണ്, ആ മധുരപലഹാരം കഴിച്ചവരാരും അവർ കൊടുത്ത തൻ്റെ പിതാവ് കൊടുത്ത ചോരയുടെ വില അറിഞ്ഞിരുന്നില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ മധുവായിൽ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന അൾത്താരയുടെ മുമ്പിൽ, അച്ചമ്പ പറഞ്ഞാൽ അൾത്താരയുടെ മുമ്പിൽ വിശ്വാസ സമൂഹമായിട്ട് വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ചോര കൊടുത്തവനെ വില അറിഞ്ഞില്ല എങ്കിൽ, ഞാൻ കഴിഞ്ഞ ഒരു ദുഃഖവെള്ളിയാഴ്ച ഒരു പള്ളി പ്രസംഗിച്ചപ്പോൾ ഞാൻ അവിടെ പറഞ്ഞതാണ്, ഈ ദുഃഖവെള്ളിയാഴ്ച വരികയും ദുഃഖവെള്ളിയാഴ്ച ആരാധനയെല്ലാം കഴിഞ്ഞ് സംതൃപ്തിയോടുകൂടി കഞ്ഞി കുടിച്ച് ആ കഞ്ഞി വളരെ രുചികരമായിരുന്നു പറഞ്ഞ് പോവുകയും ചെയ്താൽ, ഈ കഞ്ഞിയുടെ രുചി അറിയുകയും ഈ ചോര കൊടുത്തവൻ്റെ വില അറിയാതിരിക്കുകയും അവൻ്റെ ചോരയുടെ വില അറിയാതിരിക്കുകയും ചെയ്താൽ, നിങ്ങൾ കുടിച്ച കഞ്ഞി പോലും അന്ത്യന്യായവിധി നാളിൽ നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയും എന്ന് ഞാനവിടെ പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചോര നമുക്ക് വേണ്ടി യാഗപീഠമായി യാഗവസ്തുവായി തീർന്നവൻ്റെ അതറിയുമ്പോഴാണ് കുടുംബം ഒരു യാഗപീഠമാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുന്നത്. അവിടെ ഇതാ മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി യാഗമായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവരുടെ യാഗപീഠങ്ങളുടെ കൂട്ടായ്മയാണ് ഓരോ കുടുംബം എന്ന് പറയുന്നത്. ഇപ്പം അടുത്തത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ചിന്താവിഷയം നിർവ്യാജ സ്നേഹത്തിൻ്റെ ഇടമെന്നാണ്. ഇവിടെ കർത്താവ് തൻ്റെ അവരുടെ, അതായത് കർത്താവിൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് അന്വേഷിക്കുകയാണ്. അവരാ വിവരം യേശുവിനോട് അറിയിക്കുന്നുണ്ട്. ഉടനെ യേശു പറയാണ്, എൻ്റെ അമ്മയും സഹോദരന്മാരാരാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. അവിടെ കർത്താവ് തൻ്റെ നസ്രയത്തിലെ കുടുംബം എന്ന് പറയുന്ന ആ സങ്കല്പത്തെ വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ വിപുലീകരണത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലം നമുക്ക് കുരിശിൽ കാണാം. കുരിശിൽ കിടന്നുകൊണ്ട് ആ മകൻ പ്രിയപ്പെട്ട അമ്മയെ കരുതുന്നുണ്ട്. യോഹന്നാൻ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. നീ അമ്മ നിന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എനിക്ക് വേണ്ടി ഈ അമ്മയെ നീ അമ്മയായിട്ട് സ്വീകരിക്കണം. മറിയോട് പറയുന്ന ഏറ്റവും സുന്ദരമായ വാചകമുണ്ട്. അവിടെ പറയുകയാണ്, ഈ നിൻ്റെ ഉദരത്തെ പിറക്കാത്ത യോഹന്നാനെ നീ മകനായി സ്വീകരിക്കണമെന്നാണ്. ഞാൻ 16 വർഷം പറഞ്ഞല്ലോ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ഒരു അധ്യാപകനായി ശുശ്രൂഷ ചെയ്ത ഒരാളാണ്. ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും അവിടെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇത് പറയാറുണ്ട്. കാരണം നമ്മുടെ ഉദരത്തിൽ പിറക്കാത്ത ഒരു കുഞ്ഞിനെ നമ്മുടെ മകളായി കാണാൻ കഴിയുന്ന അധ്യാപികയാണ് അധ്യാപിക. അല്ലാതെ 1-ാം തീയതി എൻ്റെ അക്കൗണ്ടിലോട്ട് നീയൊക്കെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അതൊക്കെ പറയുമ്പം തന്നെ തൊണ്ടയിടറി പോകും. കാരണം അതുപോലത്തെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഉദരത്തിൽ പിറക്കാത്ത കുഞ്ഞിനെ നിൻ്റെ മകളായി സ്വീകരിക്കാൻ കഴിയാത്ത ഒരു അധ്യാപികയല്ല.
നമ്മുടെ രക്തത്തിൽ പിറക്കാത്ത ഒരു കുഞ്ഞിനെ നിന്റെ മകനായി സ്വീകരിക്കണമെന്ന് പറഞ്ഞാണ് ഒരു അധ്യാപകൻ്റെ കരങ്ങളിലേക്ക് ഈ കുഞ്ഞിനെ ദൈവം കർത്താവ് കൊണ്ടുവരുന്നത് നമ്മൾ ഓർക്കണം. അതൊക്കെയാണ് ആ കുടുംബത്തെ വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു, നസ്രയത്തിലെ കുടുംബം എന്ന് പറയുന്നത് അത് മാത്രമല്ല എൻ്റെ കുടുംബം എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള ഭാഗം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ കർത്താവ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ചാർച്ചക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഇവന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പലർക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി ആരാന്നറിയോ? നാട്ടുകാരും പള്ളിക്കാരും ഒന്നുമല്ല, അവരുടെ വീട്ടുകാർ തന്നെയാണ്. അതാണ് ഈ ലോകത്തിൽ പഠിക്കേണ്ടത്. കർത്താവിൻ്റെ ചാർച്ചക്കാരാണ് എന്ന് പറഞ്ഞത്. നാട്ടുകാരൊക്കെ പിന്നെയാണ് ക്രൂശിക്കണമെന്നൊക്കെ പറഞ്ഞത്. ഈ സ്വന്തം ചാർച്ചക്കാർ ഇവന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് പറഞ്ഞാൽ അതല്ല എന്ന് പറയാൻ നിയോഗിക്കപ്പെട്ടവരായിട്ടുള്ള അവരാണ് ചിത്രഭ്രമം ഉണ്ട് അല്ല ഇവന് ബുദ്ധിഭ്രമം ഉണ്ടെന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ളവരെ അല്ല കർത്താവ് പറയാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് വിശാലമായ ഒരു കുടുംബമാണ്. നമ്മളൊക്കെ നോഹയുടെ കുടുംബത്തെക്കുറിച്ച് വായിക്കും, അബ്രഹാമിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ വായിക്കും. ഒരു റബി ജോനാഥാൻ സാക്സ് എന്ന് പറഞ്ഞ ഇംഗ്ലണ്ടിലെ പ്രഗത്ഭനായ ഒരു റബിയുണ്ട്. അദ്ദേഹം അതിമനോഹരമായ രീതിയിൽ ആദ്യത്തെ 5 പുസ്തകങ്ങളുടെ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഞാൻ അടുത്ത സമയത്ത് അത് വായിച്ചപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. നമ്മളീ പറയുമല്ലോ നോഹയുടെ പെട്ടകത്തിൽ ആരാണ് രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ നോഹ ദൈവം പറഞ്ഞ പോലെ ആ കുടുംബം അതിൽ പ്രവേശിച്ചു, ജീവജാലങ്ങളൊക്കെ പ്രവേശിച്ചു, അവരുടെ പ്രതിനിധികൾ പ്രവേശിച്ചു, ആ കുടുംബം രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹം പറയുന്നത് വിശ്വാസികളുടെ പിതാവായിട്ട് ഈ നോഹയെക്കുറിച്ചല്ല പറയുന്നത്, അബ്രഹാമിനെ കുറിച്ച്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ? നോഹ എല്ലാം പറഞ്ഞതുപോലെ ചെയ്ത് അളവ് തരം ഒപ്പിച്ച് കൃത്യമായിട്ട് പണിത് ഒരാളാണ്. ഞാൻ എപ്പോഴും ഓർക്കും നോഹയുടെ ഭാര്യ നല്ല തങ്കപ്പെട്ട ഭാര്യ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വെട്ടം പണിയും നടക്കുകയില്ല, ഒരു കൂട്ടം പോലും പണിയാൻ പറ്റുകയില്ല. ഈ പണിയുന്ന സമയത്ത് ഇതുവരെ കാണാത്ത മഴ വരുമെന്നും ആ മഴ വന്നിട്ട് പ്രളയം ഉണ്ടാകുന്നു, പ്രളയം വന്നാൽ നമ്മളെല്ലാം മുങ്ങിപ്പോകുമെന്നൊക്കെ പറഞ്ഞാൽ ഏത് ഭാര്യയാണ് ഈ കാലത്ത് പോലും വിശ്വസിക്കാൻ പാടാണ് അങ്ങനെ ഒരു പെട്ട ഒരുത്തം പണിതുകൊണ്ടിരുന്നാൽ. എന്നാൽ അവിടെ ഈ അദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഈ ആരോ ഒരു ചിന്തകൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു പമേല എൽ മഗോഡ എന്ന് പറയുന്ന ഒരു ലേഡിയുണ്ട്. അവർ ഈ വേദപുസ്തകത്തിലെ സ്ത്രീകളെക്കുറിച്ച് ഡിവോഷൻസ് എഴുതിയപ്പോൾ അതിനകത്ത് പറഞ്ഞാണ് നോഹയുടെ ഭാര്യയെക്കുറിച്ച് പേരും നാളും ഒന്നും പറയുന്നില്ലെങ്കിൽ അവർ കൊള്ളാവുന്ന സ്ത്രീയാണെന്നുള്ള തെളിവാണ് നോഹ പെട്ടകം പണിതെന്ന്. പെട്ടകം ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്നും പണിയായി കുടുംബമൊക്കെ പണി എല്ലാവരും കൂടെ സഹകരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഭാര്യ സഹകരിക്കണമെന്നല്ല. പണ്ട് 50-ാം വിവാഹ വാർഷികത്തിൽ ഒരാളിപ്പോൾ ഇന്ന് എല്ലാവരെയും ആദരിക്കുന്നുണ്ടല്ലോ, ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. പണ്ട് 50-ാം വിവാഹ വാർഷികത്തിൽ ഒരാൾ ഒരു കേസ് കൊടുത്തു, ഭാര്യ കൈ കിട്ടുന്നതെല്ലാം എനിക്ക് എറിയുന്നെന്ന് പറഞ്ഞിട്ട് വിവാഹമോചനത്തിന് കേസ് കൊടുത്തു. അപ്പോൾ ഈ കോടതി ചോദിച്ചപ്പോൾ ഇത് എത്ര നാളായി തുടങ്ങി? ഇപ്പോൾ അടുത്ത സമയത്ത് തുടങ്ങിയാന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിച്ചപ്പം തൊട്ട് തുടങ്ങിയതാണ്. അപ്പം ചോദിച്ചാൽ അങ്ങനെയാണ് അന്നല്ലേ കേസ് കൊടുക്കണ്ടേ? ഉടനെ അദ്ദേഹം പറയണം ഇപ്പോഴാണ് ഉന്നം ശരിയായി വരുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഉന്നം ശരിയായി വരുന്നവരുടെ വീട്ടിലൊന്നും ഒരു പെട്ടവും പണിയും നടക്കുകയില്ല. അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു പെട്ടവും പണിയും നടക്കുകയില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ പോയിൻ്റ് അതൊന്നുമല്ല. ഈ അബ്രഹാമിനെ കുറിച്ച് എനിക്ക് അച്ഛൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നിർത്തണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പരാക്രമപ്പെടുന്നത്. ഇപ്പം തന്നെ അച്ഛൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. നിങ്ങൾ എന്നോട് ക്ഷമിക്കും, ഇതും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. അതായത് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസികൾ പിതാവായെന്ന് ചോദിച്ചാൽ, ഈ അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തുണ്ടല്ലോ, ലോത്തും അവർ പിരിഞ്ഞു പോയവരാണ്. ലോത്ത് പോയി അവൻ അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കാവുന്ന സ്ഥാനത്ത് അബ്രഹാമിനോട് ദൈവം ഇതാ സോദോം ഗോമോറയെ നശിപ്പിക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സന്നിധി നിലവിളിക്കുകയാണ് ഈ അബ്രഹാം തൻ്റെ സഹോദരന് വേണ്ടി. ആ സാഹോദര്യത്തിൻ്റെ ഏറ്റവും മൂർത്തിമൽ ഭാവവുമായി നിലവിളിക്കുകയാണ്, അവനൊരു അപകടം വരുത്തരുതേ. എന്നിട്ട് പറയുകയാണ് 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, 45 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ, 40 ഉണ്ടെങ്കിൽ 30 ഉണ്ടെങ്കിൽ 20 ഉണ്ടെങ്കിൽ 10 വരെ പറഞ്ഞു പോരുകയാണ്. ആ ജനത്തിനു വേണ്ടി നിലവിളിക്കുന്ന അവിടെ ജോനാഥാൻ സാക്സ് എന്ന് പറയുന്ന മഹാനായ ചിന്തകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നോഹയെ പോലെ സ്വന്തം പെട്ടകവും സ്വന്തം കുട്ടികളും സ്വന്തം ഭാര്യയെയും മാത്രം ചിന്തിച്ച് പെട്ടകം പണിയുന്നവൻ അവൻ ജീവിതത്തിൽ അതിൻ്റെ നോഹയുടെ പിന്നീടുള്ള ചരിത്രം നമുക്കറിയാം. മുന്തിരി വീഞ്ഞൊക്കെ കുടിച്ച് നഗ്നനായി കിടന്ന് കുടുംബത്തിൽ പോലും നാണം കെട്ടുപോയ നോഹയാണെന്നാണ് പറയുന്നത്. അതേസമയത്ത് അബ്രഹാമിൻ്റെ ചരിത്രം പിന്നെ എത്രയോ സുന്ദരമായ ചരിത്രമായിട്ട് മാറുകയാണ്, വിശ്വാസികളുടെ പിതാവായിട്ട് മാറുകയാണ്. യേശു ക്രിസ്തു അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ്. യോസഫും മറിയയും മാത്രമുള്ളൊരു കുടുംബത്തെക്കുറിച്ചല്ല കർത്താവ് സ്വപ്നം കണ്ടത്. മാരാമൺ മാർത്തോമ ഇടവക കൂടി ഉൾപ്പെട്ട ഒരു കുടുംബത്തെയാണ് സ്വപ്നം കണ്ടത്. മാരാമൺ മാർത്തോമ ഇടവക കൂടി ഉൾപ്പെട്ട ഒരു കുടുംബത്തെയാണ് സ്വപ്നം കണ്ടത്. അതുകൊണ്ട് ഇവിടെ ഇതാ കർത്താവ് പറയും, ഇതാ എൻ്റെ അമ്മയും സഹോദരനും സഹോദരി ഇവിടെ ഇരിക്കുന്നെന്ന് കർത്താവ് പറയത്തക്ക രീതിയിൽ സാക്ഷ്യത്തോടുകൂടി ജീവിക്കാൻ ദൈവം നിങ്ങളെല്ലാം സഹായിക്കട്ടെ. സാധാരണ പ്രസംഗമൊക്കെ പറയുമ്പോൾ പ്രസംഗത്തിൻ്റെ പ്രധാന പോയിന്റുകൾ അവസാനം ഒന്നും കൂടെ പറയേണ്ടതാണ്. പക്ഷേ അത് പറഞ്ഞാൽ അരമണിക്കൂറും കൂടെ പോകുമെന്നുള്ളത് കൊണ്ടും എനിക്കിവിടുന്ന് തിരിച്ചു പോയി സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കേണ്ടതാണെന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടെ ഇത്രത്തോളം ശ്രദ്ധയോടെ ക്ഷമയോടെ കാത്തിരുന്ന ഈ ക്ഷമയാണ് വാസ്തവത്തിൽ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിലനിർത്തുന്ന പ്രധാന ഘടകവും കൂടി ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു.